എല്ലാ വ്യൂവേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ച് ഏറ്റെടുത്ത് ഇരിക്കുകയാണ്. ഏകദേശം 100 ദിവസം കൊണ്ട് നമ്മൾ 20 കിലോഗ്രാമാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ഈ ജേണിയിൽ പങ്ക് ചേർന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാത്രം, അതിന് സപ്ലിമെൻറ്റ്സോ അതുപോലെ തന്നെ ഇഞ്ചെക്ഷൻസോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. വീട്ടിലുണ്ടാകുന്ന ഫുഡ് വെച്ചാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ പോകുന്നത്. കാലറി ഡെഫിഷ്യൻ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇതിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ഐഡിയ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ. ഞാൻ നാല് കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ഷെയർ ചെയ്തുള്ളൂ. ഞാൻ കഴിക്കുന്ന ഡയറ്റ്, എൻ്റെ എക്സസൈസ്, വാട്ടർ ഇൻടേക്ക്, പിന്നെ ഉറക്കം. ഈ നാല് കാര്യങ്ങളെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. വീഡിയോ മാക്സിമം പോയ ഒരു 4 മിനിറ്റ് അതിൽ കൂടുതൽ പോകത്തില്ല. അപ്പോൾ നമ്മുടെ ഡേ 1 ആണ്. ഞാനിപ്പോൾ ഒന്ന് വെയിറ്റ് നോക്കിയപ്പോൾ ഏകദേശം 102.3 കിലോഗ്രാമാണ് എൻ്റെ വെയിറ്റ് കാണുന്നത്. അപ്പോൾ ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മിഡിൽ സ്നാക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ലഞ്ച്, അത് കഴിഞ്ഞിട്ട് ഈവനിങ് സ്നാക്ക് കഴിച്ചു, ഡിന്നർ. ഇത്ര 4-5 മീലാണ് കഴിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 3 ലിറ്ററോളം വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ മീൽസിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഷെയർ ചെയ്യാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു കപ്പ് ഓഫ് കോഫിയും 2 ഏത്തപ്പഴവുമാണ്. ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മീഡിയം സൈസ് ഏത്തപ്പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഒരു 11:30 ആയപ്പോൾ ഒരു കാലി ചായ കുടിച്ചു. അത് സാധാരണ നോർമൽ ഷോപ്പിൽ കിട്ടുന്ന ചായയാണ്. അതായത് ഒരു 10 രൂപയുടെ, നിങ്ങൾക്ക് അറിയാമല്ലോ കടയിൽ നിന്ന് കിട്ടുന്ന. നമ്മുടെ ലഞ്ച് കഴിച്ചപ്പോൾ കുറച്ച് ലേറ്റായി. ഏകദേശം ഒരു 2:15 ആയപ്പോഴാണ് ലഞ്ച് കഴിച്ചത്. ലഞ്ചിനായിട്ട് എടുത്ത് ഇപ്പോൾ ഡയറ്റ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ ഫുഡ് നേരെ ഹാഫായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഇടങ്ങേറായി പോകും. അതുകൊണ്ട് കുറച്ച് പ്രോട്ടീൻ ഉള്ള അടങ്ങിയ ഫുഡ് നമ്മൾ അതിൽ ആഡ് ചെയ്യണം. പിന്നെ വെജിറ്റബിൾസും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സൺഡേ മേടിച്ചതിൻ്റെ കുറച്ച് ചിക്കൻ ഫ്രൈയുടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പൊള്ളിച്ചു. പിന്നെ വെജിറ്റബിൾസായിട്ട് വൈഫ് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെജിറ്റബിൾസിൽ പൊള്ളിച്ചു. പിന്നെ നോർമലി ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ റൈസ് എടുക്കാറ്. ഒരു 2 റൈസ് കട്ടർ റൈസാണ് ഞാൻ നോർമലി കഴിക്കാറ്. അപ്പോൾ അത് ഈ പ്രാവശ്യം തന്നെ എടുത്തു. കാരണം എനിക്ക് ഒറ്റയടിക്ക് എന്താ പറയുക, നമ്മൾ ക്വാണ്ടിറ്റി ശരിക്കും കുറച്ച് കഴിഞ്ഞാൽ നമ്മളാകെ ഇടങ്ങേറായി പോകും. വളരെ തളർച്ചയും തലവേദന കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ബാക്കിയുള്ള ദിവസം നമുക്ക് മുൻപോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈവനിങ് ടൈമിൽ ഒരു ടീ മസ്റ്റാണ്. നോർമൽ ഇതിപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടു പോകണേ, ജസ്റ്റ് ഒരു റാൻഡമായിട്ടുള്ള ഗ്രാഫിക്സ് ആഡ് ചെയ്തതാണ്. പിന്നെ ഡിന്നർ കഴിച്ചത് ഏകദേശം 9:15 ആയപ്പോഴാണ് ഡിന്നർ കഴിച്ചത്. അതിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് ആഡ് ചെയ്യാനായിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു നോർമൽ ഒരു എഗ്ഗ് കൂടെ വറുത്ത് അതുകൂടെ കഴിച്ചു. പിന്നെ നോർമലായി രാവിലത്തെ ആ ചിക്കൻ ഫ്രൈ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾസായിട്ട് നമ്മുടെ സാമ്പാറും ആഡ് ചെയ്തിരുന്നു. നൈറ്റും ഞാൻ ഇന്നിപ്പോൾ ഫുഡിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്വാണ്ടിറ്റി, ചോറിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും ചെയ്തിട്ടില്ല. സെയിം ടു സെയിം തന്നെയാണ് ഇപ്പോഴും കഴിക്കുന്നത്. നമുക്ക് ഒറ്റയടിക്ക് ഡ്രാസ്റ്റിക്കായിട്ട് കുറയ്ക്കാൻ പറ്റില്ല, നമുക്ക് പതുക്കെ കുറക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം. എക്സസൈസ് ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു ജിമ്മിൽ. ബേസിക് ആയിട്ടുള്ള വാമപ്പ് എക്സസൈസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു 6:45 6:45 ആയപ്പോഴാണ് അവിടെ തിരിച്ചു വന്നത്. 8 മണിയായപ്പോഴാണ് തിരിച്ച് വന്നത്. അത്യാവശ്യം നല്ലപോലെ വർക്കൗട്ട് ചെയ്യേണ്ടി വന്നു. കാരണം ആശാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു, പുള്ളി പുറകെ നിന്ന് മാറിയില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ, പിന്നെ വാമപ്പ് എക്സസൈസുകൾ, ഇതെല്ലാമാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത്. കാരണം സ്റ്റാർട്ടിങ് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വെയിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബോഡി പെയിൻ ആയിരിക്കും. അപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തും. കാരണം പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഡയറ്റൊക്കെ നിർത്തും. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രെയിനറോട് ചോദിച്ചിട്ട് ബേസിക് ആയിട്ട് സ്ട്രെച്ചിങ്ങും വാമപ്പ് എക്സസൈസുകൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് മാത്രം ഈ ഒരാഴ്ച നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി സ്ലീപ്പിനെ കുറിച്ച് പറയാം. ഞാൻ ഏകദേശം ഒരു 11 മണി, രാത്രി 11 മണിയായപ്പോൾ കിടന്നു. രാവിലെ 7:30 മണിയായപ്പോൾ ഉണർന്നിട്ട് അപ്പോൾ ഏകദേശം ഒരു 7 മണിക്കൂറിന് മേളിൽ എനിക്ക് ഉറക്കവും കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് എന്താ പറയുക നമ്മുടെ വെയിറ്റ് ലോസ് ജേണി. ബാക്കി രണ്ടാമത്തെ ദിവസം തൊട്ട് അങ്ങനെ നമ്മൾ 100 ദിവസമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഡെയിലി ഞാൻ ഇതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തു തരാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.